എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലഞ്ച് വ്ലോഗ് എടുക്കാമെന്ന്. ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ലോഗാണ്. പനിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊന്ന് മീൻ മേടിച്ചു. അപ്പോൾ മത്തിയാണ് വാങ്ങിച്ച്, വേറൊന്നുമല്ല. അപ്പം അതൊക്കെ കൂട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരു ഊണ് നല്ലതായിട്ടുണ്ട് ഇട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ കയ്യിൽ ആക്ച്വലി ഞാൻ ഇതുവരെ പച്ചക്കറി പുതിയതൊന്നും വാങ്ങിച്ചില്ല. കാരണം പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വെറുതെ ഓൺലൈനിൽ ഇങ്ങനെ ഓർഡർ ചെയ്ത് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് പോയി ആകുമ്പോൾ നമുക്ക് നോക്കിയെടുത്ത് ഇഷ്ടത്തിന് വാങ്ങിക്കാമല്ലോ. അപ്പം അങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ഞാനിപ്പം എൻ്റെ കയ്യിൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച് കുറേയൊക്കെ ചീത്തയായിപ്പോയി. അതിലുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം മത്തി ഞാൻ വിചാരിച്ചു തേങ്ങ അരച്ച് കുടമ്പുളിയൊക്കെ ചേർത്ത് നല്ലൊരു മീൻകറി വെക്കാം. എന്തോ തേങ്ങ അരച്ചൊരു മീൻകറി കൂട്ടാനൊരാഗ്രഹം. പിന്നെ പച്ചച്ചീര ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് കായും ഇരിപ്പുണ്ട്. ഏത്തക്കയല്ല, പടറ്റിക്ക. അത് കുറച്ച് പഴയ ഈ സാരമില്ല. അതുകൊണ്ട് പടറ്റിക്കാവതുകൊണ്ട് ഒരു തോരനം ഉണ്ടാക്കാം. പച്ചച്ചീര കൊണ്ട് ഒരു അവിയലെന്ന് പറയുമ്പോൾ മാങ്ങ ഇട്ട അവിയലല്ലേ ഞാൻ വെക്കുന്നത്. മാങ്ങ എൻ്റെ കയ്യിലിരിപ്പില്ല, പിന്നെ എങ്ങനെ മാങ്ങ ഇട്ട അവിയൽ വെക്കും? അപ്പം ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് ഒരു അവിയൽ പോലെ വെക്കാമെന്ന് വിചാരിച്ചു. ഒഴിക്കാനായിട്ട് മോര് കാച്ചിയെടുക്കാം. വേറെ ഞാൻ അതിന് ഒഴിക്കാൻ വലിയൊരു കറി ഉണ്ടാക്കുന്നില്ല, കാരണം മീൻകറി ഉണ്ട്. പിന്നെ ഒരു പുളിശ്ശേരി പോലെ ആക്കാം. പിന്നെ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗന്ന് ഒന്നാമത് ലേറ്റായി, വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് ഇരട്ടി സമയമാവും. അപ്പം വേഗന്ന് ഞാൻ കൂട്ടാനും ചോറും ഒക്കെ ആക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ആദ്യം തന്നെ അരി അടുപ്പത്തിടുകയാണ്. അപ്പോൾ കുക്കറിൽ അരിയൊക്കെ അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അരിഞ്ഞു തുടങ്ങണം. ഒരു വഹ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പെട്ടെന്ന് വിചാരിച്ച് എടുത്ത ഒരു വീഡിയോ ആണ്. കാരണം പനിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒരു മീനൊക്കെ കൂട്ടി ഒന്ന് ചോറുണ്ണാൻ തോന്നി. അപ്പോൾ ആ സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ക്രിസ്മസ് വീഡിയോ ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ പിറ്റേ ദിവസമൊക്കെയാണ്. അപ്പം അപ്പം ഞാൻ വിചാരിച്ചൊരു ലഞ്ച് വ്ലോഗ് പോലെയാണ് ചെയ്യാമെന്ന്. ഇങ്ങനെ മീനൊക്കെ കൂട്ടി പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന പച്ചക്കറി എല്ലാം വെച്ച് ഞാനൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരു ചെറിയൊരു ലഞ്ച് വ്ലോഗ് പോലെ അങ്ങ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ചയായി കായ ഇവിടെ മേടിച്ച് വെച്ചിട്ട്. പക്ഷെ പഴുത്തൊന്നും പോവുകയില്ല. ചെറിയൊരു വാട്ടം ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചാൽ അതെല്ലാം അങ്ങ് എടുത്ത് തീർന്നേക്കാം. പിന്നെ എന്തായാലും വീക്കെൻഡിലെങ്ങാനും പോയി, വീക്കെൻഡിലല്ല, അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പച്ചക്കറി ഇങ്ങനെ ശകല ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ പാല് കൊണ്ടുവരുന്ന ആപ്പിലും ഒക്കെ. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ നമുക്ക് ബീൻസ് അല്ലെങ്കിൽ അങ്ങനെ ചെറുത് പയർ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഈ വീക്കെൻഡിലാണ് പോയി മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊന്നും ഇറങ്ങാൻ സമയം കിട്ടത്തില്ല. പിന്നെ ക്രിസ്മസിൻ്റെ അന്നൊക്കെ ആണെങ്കിൽ സിനിമ കാണലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പോയി മേടിച്ചില്ല. പിന്നെ ഞാൻ ഈ വീക്കെൻഡിലാണ് എല്ലാം പോയി വാങ്ങിച്ചത്. അപ്പം ഞാൻ കായ്ക്ക് വേണ്ടിയിട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ അരിഞ്ഞ് തുടങ്ങുന്നത്. അരിയുന്നതിന് മുമ്പ് ഞാൻ തോരൻ വയ്ക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ തോരൻ വെക്കാമെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ഞാൻ ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് മെഴുക്കുവരട്ടിയാക്കി മാറ്റി. കാരണം ചീരയ്ക്കകത്ത് തേങ്ങ, മത്തിക്കകത്ത് തേങ്ങ, രണ്ടും തേങ്ങയാണ്. ഞാൻ വിചാരിച്ച് എന്നിട്ട് തോരൻ വെച്ചാൽ അതും ഒത്തിരി തേങ്ങയാവും, ഓവറായിട്ടങ്ങ് തേങ്ങയാവും എന്ന് വിചാരിച്ചു മെഴുക്കുവരട്ടി വെക്കാം. ചീര എന്തായാലും നമ്മൾ അരപ്പ് ചേർക്കുമല്ലോ അവിയൽ പോലെ വെക്കുമ്പോൾ. അപ്പം അത് ചീരയ്ക്കകത്തപ്പോൾ ഉണ്ട്. അപ്പം ഇത് മെഴുക്കുവരട്ടി ആക്കാവുന്ന. അപ്പം നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പം ഞാൻ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം അരിഞ്ഞ് ഉപ്പിനകത്തിട്ട് വെച്ചു. പിന്നെ ഇത് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനെല്ലാം റെഡിയാക്കുകയാണ്. അപ്പം ആദ്യം നമുക്ക് മീൻകറിയുടെ അരപ്പൊക്കെ റെഡിയാക്കി മീൻകറിയും മെഴുക്കുവരട്ടിയും കൂടി ഒരുമിച്ച് അങ്ങ് കയറ്റാം. അപ്പം കുറച്ച് തേങ്ങ ചിരകിയതും ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും 2-3 ചെറിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും
മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ, പേസ്റ്റല്ല, എനിക്ക് പേസ്റ്റ് ആകുന്നതിലും ഇഷ്ടം എനിക്ക് മീൻ കറിക്ക് കുറച്ച് തരിതരിപ്പോടെ അരച്ചെടുക്കാനാണ് ആക്ച്വലി. പക്ഷേ ഈ മീൻ കറിക്ക് കുറച്ച് പേസ്റ്റായിപ്പോയി. അത്രയും പേസ്റ്റ് ആകേണ്ട കാര്യമില്ല. അത് ഞാൻ അങ്ങ് അരഞ്ഞങ്ങ് പോയതാണ്. ഞാനത് എൻ്റെ മൈൻഡിലേക്ക് അത് പോയില്ല. ശരിക്കും ഒത്തിരി പേസ്റ്റ് ആകുന്നതിലും കുറച്ചൊന്ന് തരിതരിപ്പോടെ തേങ്ങ അരച്ച മീൻ കറിക്ക് അരയ്ക്കുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ ആ ഒരു തരിതരിപ്പോടെ അരയ്ക്കുന്നതാണ്. പക്ഷേ ഇത് ഞാനത് എൻ്റെ മൈൻഡിൽ അത്രയും പോകാത്തതുകൊണ്ട് കുറച്ച് നല്ലപോലെ പേസ്റ്റായി പോയി. അത്രയും പേസ്റ്റായി അങ്ങനത്തെ ഒരു ചാറ് എനിക്ക് വലുതായിട്ട് ഇഷ്ടമില്ല മീൻ കറിയുടെ. അപ്പോൾ മെഴുക്കുവരട്ടിക്ക് ഉപ്പും പച്ചമുളകും കൂടെ, മഞ്ഞൾപ്പൊടി, ഞാൻ വേറൊന്നും അങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല. ഈ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് വേവിക്കുക, പിന്നെ അത് കുറച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ അങ്ങ് വറ്റിച്ചെടുക്കുക. അതാണ് എൻ്റെ മെഴുക്കുവരട്ടി. എനിക്ക് കൂടുതലും അതാണ് ഇഷ്ടം. പിന്നെ മീൻ കറിക്ക് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഉലുവ, ഇഞ്ചി, 2 കുഞ്ഞുള്ളി, പിന്നെ പച്ചമുളക്, 2 3 പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് പാകത്തിനൊരു ഗ്രേവി ആക്കി എടുക്കുക. പിന്നെ 2-3 കഷ്ണം കുടംപുളിയോ മാങ്ങയോ എന്ത് വേണേലും ചേർക്കാം പുളിക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പം കുടംപുളി മാത്രമേ ചേർക്കുന്നുള്ളൂ. കുടംപുളിയാണ് ചേർക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട്. മാങ്ങയാണേലും അല്ലെങ്കിൽ വാളംപുളി പിഴിഞ്ഞൊഴിക്കുക, എന്ത് വേണേലും ചെയ്യുക ഈ സമയത്ത്. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം വേണം എൻ്റെ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അവിടെ നമ്മുടെ ഈ പടറ്റിക്കായ കൊണ്ട് പെട്ടെന്ന് വേകും. പെട്ടെന്നാണ് പടറ്റിക്കായ വേകുന്നത്. കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ താനും. അത് പെട്ടെന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പം അരപ്പ് തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇത് മത്തിയായിരുന്നു, ഇച്ചിരി വലിയ മത്തിയായിരുന്നു. പക്ഷേ എനിക്ക് ഈ മത്തിക്ക് ആ ഒരു വലിയൊരു ടേസ്റ്റ് തോന്നിച്ചില്ല. എന്താണെന്ന് അറിയത്തില്ല. ഇനി പനി ഇങ്ങനെ ബാക്കി കിടക്കുന്നതുകൊണ്ടായിരുന്നു എന്ന് അറിയത്തില്ല. പ്രാവശ്യം കിട്ടിയ മത്തി വലിയൊരു ഗുണമില്ലായിരുന്നു. ഒരു ടേസ്റ്റ് തോന്നിക്കാത്ത മത്തിയായിരുന്നു. അത് പിന്നെ വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി അവിടെ സെറ്റാവും. ഇനി നമുക്ക് ചീര തോരൻ വയ്ക്കാൻ വേണ്ടി, തോരനല്ലല്ലോ, ചീര അവിയൽ പോലെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായി. പക്ഷേ മാങ്ങയിട്ട് അവിയൽ വെക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പം മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൈര് ഒഴിച്ചാണ് അവിയൽ വെക്കുന്നത്. ചുമന്ന ചീര അവിയൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ചുമന്ന ചീര അവിയൽ മാങ്ങയൊക്കെ ഇട്ട് അവിയൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അത്രയും നല്ല ചുമന്ന ചീര ഇവിടെ കിട്ടത്തില്ല, വല്ലപ്പോഴും ഒക്കെ കിട്ടത്തുള്ളൂ. ഇവിടെ കൂടുതലും പച്ച ചീരകളാണ്, പലതരത്തിൽ നല്ല പച്ച ചീരകൾ കിട്ടും. ചിലപ്പം നല്ല ഇളത്ത നല്ല പച്ച ചീരകൾ കിട്ടും. തോരനൊക്കെ വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷെ ചുമന്ന ചീര അത്രയും നല്ല ചുമന്ന ചീര എനിക്ക് 1-2 തവണയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ പുറത്ത് ഈ ചേച്ചിമാർ വിൽക്കുന്നിടത്തുനിന്ന് ചിലപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നത് നല്ല ഇളത്ത നല്ല ചുമന്ന ചീരയാണ്. അങ്ങനെ എനിക്ക് കിട്ടി, ഞാൻ അവിയൽ വെച്ചിട്ടുണ്ട്. അല്ലാതെ ചുമന്ന ചീര എനിക്ക് അങ്ങോട്ട് വലിയൊരു സുഖം തോന്നാറില്ല. പിന്നെ നമ്മുടെ മത്തി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി എൻ്റെ കയ്യിൽ കറിവേപ്പില ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കറിവേപ്പിലയും കുറച്ച് സംഗതികളും ഒന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യണം. പിന്നെ അത് ഞാൻ ചെയ്തു. ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കറിവേപ്പിലയൊക്കെ ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അതൊന്നും ചേർക്കാതുള്ള ഒരു ഊണാണിന്ന്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഒക്കെ ചേർത്ത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. പിന്നെ ഈ കറിയിൽ ഞാൻ പറയില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും തേങ്ങ അരയേണ്ട, ഇത്രയും മഷി പോലെ അരയേണ്ട, ഒരു തരിതരിപ്പോടൊക്കെ അരച്ചാൽ മതി. എന്നാലേ എനിക്ക് അതാണ് കൂടുതലും ഇഷ്ടം തോന്നിയിരിക്കുന്നത്. ഇത് പക്ഷേ എൻ്റെ അബദ്ധത്തിൽ ഞാൻ ഒത്തിരി അങ്ങ് അരച്ചുപോയി. ഞാനത് ഓർത്തില്ല, അങ്ങ് നല്ല പോലെ അങ്ങ് അരച്ചു. അത്ര അരയുന്ന എനിക്ക് മീൻ കറിക്ക് എന്തോ എനിക്കിഷ്ടമല്ല. പിന്നെ നമ്മുടെ ഇതിനകത്തും എണ്ണയൊക്കെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത്ര ഞാൻ മൂപ്പിക്കാറുള്ളൂ, കൂടുതലിട്ട് അങ്ങ് മൂപ്പിക്കുകയൊന്നും ചെയ്യാറില്ല. പിന്നെ ഉള്ളിയൊന്നും ചതച്ച മുളകൊന്നും ചേർത്ത് അങ്ങനെയൊന്നും ഞാൻ മെഴുക്കുവരട്ടിക്ക് എടുക്കാറില്ല.
ഇങ്ങനെയാണ്, പച്ചമുളകാണ് ഞാൻ മെയിനായിട്ടും ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ചീരയുടെ ഇല, അത് കുറച്ച് മൂത്ത ചീര ആയതുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം ഒഴിക്കണമെന്ന് തോന്നി. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. പക്ഷേ ആക്ച്വലി എനിക്ക് തോന്നി, പിന്നെ ഇതെല്ലാം അരപ്പ് ചേർക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയായിരുന്നു അത് വെള്ളം ഒഴിക്കണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവിയലിന് എടുക്കുന്ന പോലെ ചെറിയ ഉള്ളി, പച്ചമുളക്, ജീരകം ഇതെല്ലാം കൂടെ ചതച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ചതയ്ക്കണം. അതില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഇത് വെന്തെഴിയുമ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലുണ്ടായിരുന്നു, അതിനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളം. എനിക്കെന്തോ ആ ചീര ഇല തൊട്ടപ്പോഴത്തേക്കിനും ഇച്ചിരി മൂപ്പുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ടാണ് വേഗം താമസിച്ചാലെന്ന് വിചാരിച്ചു. ഒന്നാമത് ഞാൻ ലേറ്റ് ആവുകയും ചെയ്തിരുന്നില്ല ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം ഇനി പണിയാവുമോ എന്നുള്ള ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാൽ പിന്നെ വെള്ളം ഒഴിക്കണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇന്ന് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയൊരു ലഞ്ച് വ്ലോഗാണ് ഈ ഒരു ലഞ്ച് വ്ലോഗ്. അങ്ങനെ അടച്ചു വെച്ച് അത് ആവി കയറ്റി എടുക്കുക. ഇനി നമുക്ക് പെട്ടെന്നൊരു മോര് കാച്ചിയതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരിപാടി തീരും. കടുക്, ജീരകം, ഉലുവ, മുളക്, കറിവേപ്പില അത് ഞാൻ ചേർക്കുന്നില്ല ഇല്ലാത്തതുകൊണ്ട്. അതെല്ലാം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് തൈര് ഇരിപ്പുള്ളായിരുന്നു, അത് ഞാൻ നന്നായിട്ട് ഉടച്ച് വെള്ളം ചേർത്ത് അങ്ങ് റെഡിയാക്കി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതാണ് ഒരു സിമ്പിൾ മോര് കാച്ചിയതും ഉണ്ടാക്കി. അപ്പം ഈ അരപ്പിന് നന്നായിട്ട് ആവി കയറണം. അരപ്പിന് ആവി കയറി ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറണം. അവിയലിന് ഇപ്പോഴും അങ്ങനൊരു അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറിയില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഞാനിവിടെ അരപ്പിൻ്റെ ആ ഒരു അരപ്പൊക്കെ റെഡി എല്ലാം ഞാൻ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ചേർക്കുന്നത്. ആക്ച്വലി മാങ്ങയിട്ടാണ് എനിക്ക് മാങ്ങയിട്ട അവിയലിനാണ് ടേസ്റ്റ്. ചീര അവിയൽ പച്ചച്ചീര ആണെങ്കിലും ഇപ്പം കുറച്ച് മാങ്ങയും കുറച്ച് മുരിങ്ങയ്ക്കൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അടിപൊളി അവിയലായേനെ. പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൈര് ഒഴിച്ചങ്ങ്, തൈര് കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്നുണ്ട്, അതിന് കുറച്ച് പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്തങ്ങ് റെഡിയാക്കി. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങ് ആക്കി. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അവിയൽ റെഡിയായി. ഇതിനകത്ത് ഏറ്റവും ഇപ്പോൾ പച്ചച്ചീരയ്ക്കകത്ത് കുറച്ച് മുരിങ്ങയ്ക്കയും പിന്നെ ഈ പറഞ്ഞ മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി അവിയലാണ്. എനിക്കിഷ്ടമാണ് പച്ചച്ചീര അവിയൽ വെക്കുന്നതും ചുമന്ന ചീര അവിയൽ വെക്കുന്നതും ഒക്കെ. ചീര ഐറ്റംസൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊതുവേ ഇഷ്ടമാണ്. ചീര തോരനും ചീര അവിയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതും റെഡിയായി, മോര് കാച്ചിയതും റെഡിയായി. അങ്ങനെ ഊണ് ഓൾമോസ്റ്റ് അല്ല, എല്ലാം റെഡിയായി. ഞാൻ നേരത്തെ അരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അരി ഒക്കെ ഞാൻ വാർത്തെല്ലാം വെച്ചിരിക്കുകയാണ്, മെഴുക്കുവരട്ടി. അപ്പം ഇത് ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നാക്ക് ടേസ്റ്റ് ബഡ്സ് ഉണർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഊണായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് മത്തിക്ക് അങ്ങോട്ട് ആ ഒരു മീനിന് ആ ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങോട്ട് തോന്നിച്ചില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു മീനിൻ്റെ കുഴപ്പമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് ചിലപ്പോൾ മത്തി മേടിക്കുമ്പം അങ്ങനെ വരും, വലിയൊരു ടേസ്റ്റ് ഇല്ലാത്ത മത്തിയായിരിക്കും. പക്ഷേ ചിലപ്പോൾ നല്ലതായിരിക്കും, അത് നല്ല മീനും കിട്ടും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ലഞ്ച് കോംബോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പച്ചച്ചീര അവിയൽ മാങ്ങയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. തൈര് ഒഴിച്ചും കുഴപ്പമൊന്നുമില്ല, എന്നാലും മാങ്ങയിട്ട് വെക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ലഞ്ച് വ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.